ഹായ് ചിൽഡ്രൻ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മാർട്ട് സ്കൂൾ സ്റ്റുഡൻറ്റ്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2022-23 ബേസിക് സയൻസിൻ്റെ ആനുവൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്, ക്ലാസ് 7 കേട്ടോ. മറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ പോലെ തന്നെ ലൈക്ക് സോഷ്യൽ സയൻസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെയും 10 ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ടാവും. വി ഹാവ് ടു റൈറ്റ് എനി 8. ഓരോ ആക്ടിവിറ്റിക്കും 5 മാർക്ക് വീതമാണ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ഫസ്റ്റ് ആക്ടിവിറ്റി. One end of a PVC pipe is closed and 3 straws A, B, C are fixed in the holes as shown in the figure 1. ഇതാണ് നമ്മുടെ PVC പൈപ്പ്. ആ PVC പൈപ്പിൽ ഒരു എൻഡ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. 3 ലെവലിൽ 3 ഹോൾ ഇട്ടിട്ടുണ്ട്. ABC ഓരോന്നിലും ഓരോ സ്ട്രോയും വെച്ചിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് ഇതിലോട്ട് ക്വസ്റ്റ്യൻ നമ്പർ A, fill water in the pipe. വെള്ളം ഒഴിച്ച് ഫില്ല് ചെയ്യുക. ത്രൂ വിച്ച് ഹോൾസ് ഡസ് വാട്ടർ കം ഔട്ട് വിത്ത് മോർ ഫോഴ്സ്? ഏത് ഹോളിൽ കൂടെ ആയിരിക്കും? എയിലും അവിടെ ഹോളുണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ഏത് ഹോളിൽ കൂടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഫോഴ്സിൽ വെള്ളം വരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. വളരെ സിമിലർ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി നിങ്ങളുടെ ചാപ്റ്റർ നമ്പർ 7 പേജ് നമ്പർ 100 കൊടുത്തിട്ടുണ്ട്. നോക്കി, സെക്കൻഡ് ഇത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, ഡെപ്ത് ആൻഡ് പ്രഷർ. ഈ സെയിം മോഡലല്ലേ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ബോട്ടിലാണെങ്കിൽ അതിൽ പൈപ്പാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിലുള്ള ആ സെയിം ആൻസറാണ്, ഇത് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ നമുക്ക് അറിയാം, ഹോൾ സി കൂടെയാണല്ലോ കൂടുതലായിട്ട് വരിക. അത് നിങ്ങൾ ഓൾറെഡി മുമ്പ് ഞാൻ നേരത്തെ കാണിച്ചിരുന്നില്ല, എക്സ്പെരിമെൻറ്റ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എഴുതാം. ക്വസ്റ്റ്യന് എന്താണ്, ഏത് പോയിൻ്റ്, ഏത് ഹോളിൽ കൂടെയാണ് കൂടുതൽ വെള്ളം ഫോഴ്സിൽ കൂടെ വരുന്നതെന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ആൻസർ ചെയ്താൽ ദ വാട്ടർ ത്രൂ ഹോൾ സി വിൽ കം ഔട്ട് വിത്ത് മോർ ഫോഴ്സ്. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഹോൾ സി കൂടെയാണ് കൂടുതൽ ഫോഴ്സിൽ വെള്ളം വരിക. ക്വസ്റ്റ്യൻ നമ്പർ ബി, ഇഫ് ദി സ്ട്രോസ് ആർ ഫിക്സ്ഡ് അറ്റ് ഈക്വൽ ഹൈറ്റ് ആസ് ഷോൺ ഇൻ ഫിഗർ 2. ദ ഫിഗർ 2 എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈക്വൽ ഡിസ്റ്റൻസിൽ ഇവിടെ ഒന്ന് എ, ഇവിടെ ബി, സി ഈക്വൽ ഡിസ്റ്റൻസിലാണ് സ്ട്രോസ് വെച്ചേക്കണമെങ്കിൽ വാട്ട് ചേഞ്ച് ക്യാൻ ബി സീൻ ഇൻ ദ ഫോഴ്സ് ഓഫ് ദ വാട്ടർ? എന്താ ചേഞ്ചാണ് വെള്ളത്തിൽ ഫോഴ്സിൽ ഉണ്ടാവുന്നതാണ് ക്വസ്റ്റ്യൻ. ഇതുപോലെ തന്നെ സിമിലർ ഒരു പിക്ചർ നിങ്ങളുടെ എക്സ്പെരിമെൻറ്റ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും കൊടുത്തിട്ടുണ്ട്. ഈ ആക്ടിവിറ്റിയിൽ ഈ സിമിലർ ആക്ടിവിറ്റി തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, പൈപ്പാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്കറിയാം എങ്ങനെയാണ് വെള്ളം വരുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ആൻസർ അറിയാം. ഒരേ ഹൈറ്റിലാണ് സ്ട്രോസ് വെച്ചിരിക്കുന്നതെങ്കിൽ ഒരേ പ്രഷറിൽ തന്നെയായിരിക്കും, സെയിം പ്രഷറിലും സെയിം ക്വാണ്ടിറ്റിയിലുമായിരിക്കും വെള്ളം വരുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ആൻസർ ഇതാണ് കേട്ടോ, ബിയുടെ ആൻസർ. ഞാനിവിടെയാണ് എഴുതിയിരിക്കുന്നത് ബിയുടെ ആൻസർ. വാട്ടർ വിൽ ഫ്ലോ ഇൻ ഓൾ ഹോൾസ് വിത്ത് സെയിം പ്രഷർ ആൻഡ് ക്വാണ്ടിറ്റി. അതാണ് അതിൻ്റെ ആൻസറായിട്ട് എഴുതേണ്ടത്. ഇനി അതിലുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ സി ആണ്. വാട്ട് കൺക്ലൂഷൻസ് ഡു യു അറൈവ് at about liquid pressure from the above activities? ലിക്വിഡ് പ്രഷറിനെ പറ്റി എന്ത് കൺക്ലൂഷനാണ് നിങ്ങൾക്ക് അവസാനം കിട്ടിയെന്നാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ അറിയാം. കൺക്ലൂഷൻ ഇതാണ്, ലിക്വിഡ് പ്രഷർ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഡെപ്ത്. ഡെപ്ത് ആഴം കൂടുന്തോറും ലിക്വിഡ് പ്രഷർ കൂടും. അതുകൊണ്ടാണല്ലോ ഏറ്റവും അടിയിലത്തെ ഹോളിൽ നിന്ന് കൂടുതൽ വെള്ളം വരുന്നത്. ലിക്വിഡ് പ്രഷർ ഇസ് ഹയർ അറ്റ് ബോട്ടം ലെവൽസ്. ഏറ്റവും ബോട്ടം ലെവലിൽ ലിക്വിഡ് പ്രഷർ കൂടുതലായിരിക്കും. ഇതാണ് നമുക്ക് കിട്ടിയ കൺക്ലൂഷൻ. എല്ലാവർക്കും ആൻസർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ലെറ്റ്സ് മൂവ് ഓൺ ടു ആക്ടിവിറ്റി 2. ഒബ്സർവ് ദ പിക്ചർ ഓഫ് എ ബ്രാഞ്ച് വിച്ച് ഇസ് സെപ്പറേറ്റഡ് ഫ്രം ഇറ്റ്സ് പാരൻറ്റ് പ്ലാന്റ് ആഫ്റ്റർ സ്പ്രൗട്ടിങ് റൂട്ട്സ്. അപ്പോൾ ഒരു ബ്രാഞ്ചിൻ്റെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ മെയിൻ പാരൻറ്റ് പ്ലാന്റിൽ നിന്ന് എപ്പോഴാണ് സെപ്പറേറ്റ് ചെയ്തത്? വേരുകൾ വന്ന ശേഷം. ആ ഒരു മെത്തേഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ എ, റൈറ്റ് ദ നെയിം ഓഫ് ദിസ് മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസിങ് ന്യൂ പ്ലാന്റ്ലെറ്റ്. ഈ രീതിയിൽ പുതിയ പ്ലാന്റ്ലെറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തേഡിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ ഇതാ നിങ്ങളുടെ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ, 2 ടെക്സ്റ്റ് ബുക്സ് ആണല്ലോ നിങ്ങൾക്കുള്ളത്. ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 9 കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. വാട്ട് ഈസ് ദിസ് മെത്തേഡ് കോൾഡ്? മെത്തേഡ് കോൾഡ് ആസ് layering. In second question number B,
Write down any 2 merits of plantlets produced through this method. ഈ മെത്തേഡ് വഴി, ഈ ലെയറിങ് വഴി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പുതിയ പ്ലാന്റ്സിന് ഉണ്ടാകുന്ന മെറിറ്റ്സ് എന്തൊക്കെയാണെന്ന്. ഇതിൻ്റെ ആൻസർ പേജ് നമ്പർ 10 തന്നെ കൊടുത്തിട്ടുണ്ട്, നെക്സ്റ്റ് പേജിൽ. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മെറിറ്റ്സ് മാത്രമാണ്, ഡിമെറിറ്റ്സ് ചോദിച്ചിട്ടില്ല. സോ അപ്പോൾ ഫസ്റ്റ് മെറിറ്റായിട്ട് നമുക്ക് എനി 2 മെറിറ്റ്സ് ആയിട്ടാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം, ഫസ്റ്റ് മെറിറ്റായിട്ട് ഇത് എഴുതാം, മോസ്റ്റ് ഓഫ് ദി പ്ലാന്റ്സ് ക്യാൻ ബി ഗ്രോൺ ദിസ് വേ. പിന്നെ സെക്കൻഡ് മെറിറ്റായിട്ട് ഇത് എഴുതാം, ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ് ഓഫ് സച്ച് പ്ലാന്റ്സ് ആർ ഫാസ്റ്റർ ദാൻ ദോസ് ഇൻ പ്ലാന്റ്സ് ഫോംഡ് ഫ്രം സീഡ്സ്. അതായത് വിത്ത് നട്ടുണ്ടാക്കുന്നതിനേക്കാളും ഫാസ്റ്ററായിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്രൂട്ട്സും ഫ്ലവേഴ്സും ഉണ്ടാവും. പിന്നെ through this method we can produce more saplings within a short period. ചെറിയ പീരീഡിൽ നമുക്ക് കൂടുതൽ തൈകൾ, പുതിയ ബ്രാഞ്ചസ്, പുതിയ ചെടികൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ 3 പോയിൻ്റ് ഉണ്ട്. എളുപ്പമെന്ന് തോന്നുന്ന ഏതെങ്കിലും 2 പോയിൻ്റ് എഴുതിയാൽ മതി. ക്വസ്റ്റ്യൻ നമ്പർ സി, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ സ്റ്റെപ്സ് ഓഫ് പ്രൊഡ്യൂസിങ് ന്യൂ പ്ലാന്റ്ലെറ്റ്സ് ആൻഡ് ദിസ് മെത്തേഡ് ആർ ഗിവൺ ബിലോ. അത് ജംപിൾഡ് ഓർഡറിലാണ് തന്നേക്കുന്നത്. അതിൻ്റെ മെത്തേഡ് റൈറ്റ് ദം ഇൻ കറക്റ്റ് ഓർഡർ കൊടുത്തിരിക്കുന്നു. നോക്കിയേ, cover with a polythene sheet, cut the branch and plant in the soil, peel the bark in a circular shape, select a branch of the plant from which plantlet to be produced, cover the peeled off part with slightly moisture mixture of coconut fiber and soil. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പോയിൻറ്റ്സ് ഫസ്റ്റ് എന്താണ് ചെയ്യുന്നത്, സെലക്ട് എ ബ്രാഞ്ച് ഓഫ് ദ പ്ലാന്റ് ഫ്രം വിച്ച് സാപ്ലിംഗ് ഇസ് ടു ബി പ്രൊഡ്യൂസ്ഡ്, പീൽ ഓഫ് 1 centimeter ഓഫ് ബാർക്ക് ഫ്രം ദ സ്റ്റെം. പീൽ ഓഫ് ചെയ്തത് കവർ ചെയ്യണം, സ്ലൈറ്റ്ലി മോയ്സ്ചർ മിക്സ്ചർ ഓഫ് കോക്കനട്ട് ഫൈബറും സോയിലും സോഡസ്റ്റും വെച്ചിട്ട് പോളിത്തീൻ ഷീറ്റ് അതിൽ കവർ ചെയ്ത് വെക്കണം. നമുക്കിവിടെ നോക്കാം ഫസ്റ്റ് പോയിൻ്റ് ഏതാണെന്ന്. ഫസ്റ്റ് പോയിൻ്റ് ഡി ആണ്. ഫസ്റ്റ് പോയിൻ്റ് സെലക്ട് എ ബ്രാഞ്ച് ഓഫ് ദ പ്ലാന്റ് ഫ്രം വിച്ച് പ്ലാന്റ്ലെറ്റ്സ് ഇസ് ടു ബി പ്രൊഡ്യൂസ്ഡ് അല്ലേ. സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് പീൽ ഓഫ് ദ ബാർക്ക് ഇൻ എ സർക്കുലർ ഷേപ്പ് അല്ലേ. ഇതാണ് സെക്കൻഡ് പോയിൻ്റ്. ഇനി തേർഡ് പോയിൻ്റോ, അത് പീൽ ഓഫ് ചെയ്ത ശേഷം കവർ ദ, തേർഡ് പോയിൻ്റ് ഇതാണ്, കവർ ദ പീൽഡ് ഓഫ് പാർട്ട് വിത്ത് സ്ലൈറ്റ്ലി മോയ്സ്ചർ മിക്സ്ചർ ഓഫ് കോക്കനട്ട് ഫൈബറും സോയിലും കൂടി മിക്സ് ചെയ്ത് അത് കവർ ചെയ്ത് വെക്കണം. പിന്നെ ചെയ്യേണ്ടത് എന്താണ്, പിന്നെ നമ്മൾ പോളിത്തീൻ ഷീറ്റ് കൊണ്ട് അത് കവർ ചെയ്യണം. സോ ദിസ് ഇസ് ദ ഫോർത്ത് പോയിൻ്റ്. ആൻഡ് ലാസ്റ്റ് 2 മാസത്തെ ആകുമ്പോഴേക്കും അതിലെന്ത് വരും, റൂട്ട്സ് വരില്ലേ, റൂട്ട്സ് വരും. അപ്പോൾ ആ ബ്രാഞ്ച് കട്ട് ചെയ്തിട്ട് മണ്ണിൽ കുഴിച്ചിടണം. സോ ദിസ് ഇസ് ദ 5th പോയിൻ്റ്. അപ്പോൾ ആൻസർ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആക്ടിവിറ്റിയിലേക്ക് പോകാം. ആക്ടിവിറ്റി 3. ക്വസ്റ്റ്യൻ നമ്പർ എ, കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ ബേസ്ഡ് ഓൺ ദ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം. ഇപ്പോൾ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടേബിളിൽ കൊടുത്തിരിക്കുന്നത് ബ്ലഡ് സെൽസ് ആണ്. ബ്ലഡ് സെൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 3 തരത്തിലുള്ള ബ്ലഡ് സെൽസ് ആണുള്ളത്. അപ്പോൾ ഒന്നാമത്തേൽ റെഡ് ബ്ലഡ് സെൽസ് ഉണ്ട്, രണ്ടാമത്തെ, മൂന്നാമത്തെയാണ് നമ്മൾ എഴുതേണ്ടത്. പിന്നെ നെക്സ്റ്റ് ടേബിളിൽ പാർട്സ് ഓഫ് ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം ആണ്. ഹാർട്ട് ഒരു പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ദെൻ സെക്കൻഡ് വണ്ണും തേർഡ് വണ്ണും നമ്മൾക്ക് എഴുതണം. ഇതിൻ്റെ ആൻസർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ, സെക്കൻഡ് ടെക്സ്റ്റ് ബുക്സിൽ 111 111 പേജിൽ കൊടുത്തിട്ടുണ്ട്. ദ ബ്ലഡ് സെൽസ് ഏതൊക്കെയാണ്? 1 റെഡ് ബ്ലഡ് സെൽസ്, ദെൻ പ്ലേറ്റ്ലെറ്റ്സ്, ആൻഡ് ദ തേർഡ് ടൈപ്പ് ഇസ് വൈറ്റ് ബ്ലഡ് സെൽസ്. ഈ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ഇതിൻ്റെ ആൻസർ സെയിം പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. Answer is the blood circulatory system includes heart already കൊടുത്തിട്ടുണ്ട്. Then the next one is blood vessels and the third point is blood. Answer മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. The next question, question number B. Name the pigment which gives a red color to blood. ബ്ലഡിന് റെഡ് കളർ കൊടുക്കുന്ന പിഗ്മെൻറ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. Then answer page number 110 കൊടുത്തിട്ടുണ്ട്. This is due to the presence of pigment in blood called ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ എന്നുള്ളൊരു പിഗ്മെൻറ്റിൻ്റെ കാരണം കൊണ്ടാണ് നമ്മുടെ ബ്ലഡിന് റെഡ് കളർ. ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ സി. ഫോർ മെയിൻറ്റെയിനിങ് ഹെൽത്ത് ഓഫ് ദി ഹാർട്ട് വി ഹാവ് ടു ഫോളോ സം ഹെൽത്ത് ഹാബിറ്റ്സ്. റൈറ്റ് എനി 2 ഓഫ് ദം. നല്ലൊരു ഹെൽത്തി ഹാർട്ട് ഉണ്ടാവണമെങ്കിൽ നമുക്ക് കുറച്ച് ഹെൽത്ത് ഹാബിറ്റ്സ് ഫോളോ ചെയ്യണം. ഏതെങ്കിലും 2 ഹെൽത്ത് ഹാബിറ്റാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ പേജ് നമ്പർ 113
13 കൊടുത്തിട്ടുണ്ട്. വാട്ട് ആർ ദ മെഷേഴ്സ് ടു ബി പ്രാക്ടീസ് ടു മെയിൻറ്റെയിൻ ദ ഹെൽത്ത് ഓഫ് ദ ഹാർട്ട്? ഇതാണ് ആൻസർ. ബാലൻസ്ഡ് ഡയറ്റ്, പ്രോപ്പർ എക്സസൈസ്. നെക്സ്റ്റ് ആക്ടിവിറ്റി, ആക്ടിവിറ്റി 4. You know that fresh milk gets spoiled within a few hours. നമുക്ക് എല്ലാവർക്കും അറിയാം ഫ്രഷ് മിൽക്ക് കുറച്ച് മണിക്കൂർ കഴിയുമ്പോഴേക്കും അത് ചീത്തയായി പോകും. ക്വസ്റ്റ്യൻ നമ്പർ എ, വൈ ഡസ് മിൽക്ക് ഗെറ്റ് സ്പോയിൽഡ്? എന്തുകൊണ്ടാണ് അങ്ങനെ കേടായി പോകുന്നത്? ആൻസർ നിങ്ങളുടെ സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കിൽ ഏറ്റവും ലാസ്റ്റത്തെ ചാപ്റ്റർ പേജ് നമ്പർ 134 കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു ഫുഡ് ചീത്തയാകുന്നതെന്നുള്ളതാണ് ഇതിൽ എഴുതിയേക്കുന്നത്. ആ സെയിം ആൻസർ തന്നെയാണ്. ഇപ്പോൾ പാലായിക്കോട്ടെ, ഫ്രഷ് മിൽക്ക് ആയിക്കോട്ടെ, മറ്റെന്ത് ഫുഡായിക്കോട്ടെ, കുറച്ച് മണിക്കൂർ കഴിയുമ്പോൾ അത് ചീത്തയാവും. അതിൻ്റെ കാരണം ചോദിച്ചിരിക്കുന്നത് ഫ്രഷ് മിൽക്കാണ്. അപ്പോൾ എഴുതാം, ഫ്രഷ് മിൽക്ക് ഗെറ്റ്സ് decayed mainly due to the decomposition activities of bacteria, fungi, etc. ഇത് എഴുതിയാൽ മതിയാവും കേട്ടോ. പിന്നെ അതിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ ബി, റൈറ്റ് ആൻ ആക്ടിവിറ്റി യു യൂഷ്വലി ഡു ഇൻ യുവർ ഹോം ടു പ്രിവെൻറ്റ് മിൽക്ക് ഫ്രം സ്പോയിലിംഗ് ഈസിലി. പെട്ടെന്ന് ചീത്തയാവാതിരിക്കാനായിട്ട് വീട്ടിൽ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ എഴുതാം. രണ്ട് മെത്തേഡ് ഉണ്ട് നമ്മൾ വീട്ടിൽ ചെയ്യുന്നത്. ഒന്ന് ബോയിൽ ചെയ്ത് വയ്ക്കുക, സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ റെഫ്രിജറേറ്റ് ചെയ്യുക. ഏതെങ്കിലും ഒരു പോയിന്റ് ഇതിന് എഴുതിയാൽ മതി. അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് നമുക്ക് എഴുതാം ബോയിലിംഗ് ഓർ റെഫ്രിജറേഷനിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എഴുതിയാൽ മതി. The last question, question number C. Pasteurization is a scientific method to preserve milk. Explain this method. Pasteurization explain ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ പേജ് നമ്പർ 135 കൊടുത്തിട്ടുണ്ട്. അത് ആ സെയിം ചാപ്റ്ററിൽ തന്നെ പാസ്ചറൈസേഷൻ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് തന്നെ അങ്ങ് എഴുതിയാൽ മതി. പാസ്ചറൈസേഷൻ is a method of preserving milk. Milk is heated at 70 degrees Celsius for 15 to 30 seconds and quickly cooled to 10 degrees Celsius. അതായത് 70 ഡിഗ്രി സെൽഷ്യസിൽ ആദ്യം അത് ചൂടാക്കുക, അത് 15 to 30 സെക്കൻഡ്സിലേക്ക് അങ്ങനെ ചൂടാക്കിയിട്ട് പെട്ടെന്ന് തന്നെ 10 ഡിഗ്രി സെൽഷ്യസിലേക്ക് കൂൾ ഡൗൺ ചെയ്യാം. അപ്പോൾ എന്താ പറ്റുക? ദ സെൽ മെംബ്രെയിൻ ഓഫ് ദ മൈക്രോ ഓർഗാനിസംസ് ഇൻ ദ മിൽക്ക് റപ്ചേഴ്സ് ഡ്യൂ ടു ദ സഡൻ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. പെട്ടെന്ന് സഡൻ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ 70-ന്ന് പെട്ടെന്ന് 10ലേക്ക് വരുന്നതുകൊണ്ട് മൈക്രോ ഓർഗാനിസംസ് ആണല്ലോ ഈ ഫുഡിനെയൊക്കെ സ്പോയിൽ ചെയ്യുന്നത്, മിൽക്കിനെ. അപ്പോൾ ആ മൈക്രോ ഓർഗാനിസത്തിൻ്റെ സെൽ മെംബ്രെയിൻ എന്ത് പറ്റും? തകർന്നു പോകും. ദസ് ദേ ആർ ഡിസ്ട്രോയിഡ്. അതപ്പോൾ ഈ മൈക്രോ ഓർഗാനിസംസ് എല്ലാം ഡിസ്ട്രോയ് ആവും. This method of preserving liquid food substances was developed by the French scientist Louis Pasteur. Hence, this method is called pasteurization. ഇവിടെ വരെ നിങ്ങൾ എഴുതണം കേട്ടോ ആൻസർ. Okay, now let's move on to activity 5. Observe the picture of a model of human respiratory system. അപ്പോൾ ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ഒരു മോഡൽ പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. The first question, which part of the respiratory system is indicated as A in the picture? ഇപ്പോൾ ഇവിടെ A എന്ന് കൊടുത്തിരിക്കുന്നത്, ഇതാണ് A എന്ന് കൊടുത്തിരിക്കുന്നത്. ഇത് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇതൊക്കെ എല്ലാവർക്കും ആൻസർ അറിയാം. സിമിലർ ആയിട്ടുള്ള ഒരു മോഡൽ തന്നെ പേജ് നമ്പർ 105 നമ്മുടെ സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അത് എന്തിൻ്റെ മോഡലാണ്? ദ മോഡൽ ഇസ് ഓഫ് ലങ്സ്. സോ ദ ആൻസർ ഇസ് ലങ്സ്. Question number B, based on the working of this model, explain how does inspiration and expiration takes place. ഈ മോഡലിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇൻസ്പിറേഷനും എക്സ്പിറേഷനും നടക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ നോക്കാം. ദ ബലൂൺ എക്സ്പാൻഡ്സ് ബിക്കോസ് എയർ പ്രഷർ ഇൻസൈഡ് ദ ബോട്ടിൽ ഡിക്രീസസ്. നമുക്കറിയാം ആ ഉള്ളിൽ വെച്ചിരിക്കുന്ന 2 ബലൂൺ, അതാണല്ലോ വർക്കിംഗ് മോഡൽ. അത് എക്സ്പാൻഡ് ചെയ്യുന്നപ്പോഴാണ് ബോട്ടിലുള്ള പ്രഷർ കുറയുമ്പോഴാണ്. ഇനി ബലൂൺ കോൺട്രാക്റ്റ് ചെയ്യുന്ന എപ്പോഴാണ്? പ്രഷർ ഇൻസൈഡ് ദ ബോട്ടിൽ ഇൻക്രീസസ്. ബോട്ടിലുള്ള പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് ആ ബലൂൺ കോൺട്രാക്റ്റ് ചെയ്യാണ്, ചുരുങ്ങുന്നത്. എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ദ ലങ്സ് ഇസ് ഓൾമോസ്റ്റ് ലൈക്ക് ദിസ്. ലങ്സിൻ്റെ എക്സ്പാൻഷൻ നടക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഇൻസ്പിറേഷൻ. ദാറ്റ് ഈസ് എയർ ഇസ് നമ്മുടെ അകത്തേക്ക് നമ്മൾ ഓക്സിജൻ വലിച്ചെടുക്കുന്നത്. ഇനി കോൺട്രാക്ഷൻ നടക്കുമ്പോഴാണ് expiration is happening. Similar to the balloon tied firmly at the base of the bottle. ആ മോഡലിൽ നോക്കിയാൽ അറിയാം ഒരു ബലൂൺ കട്ട് ചെയ്തിട്ട് ടൈറ്റായിട്ട് അടിയിൽ കെട്ടി വെച്ചിട്ടുണ്ട്. There is a part called diaphragm
in our body to control the expansion and contraction of the lungs. അപ്പോൾ എക്സ്പാൻഷനും കോൺട്രാക്ഷനും ലങ്സിൻ്റെ കൺട്രോൾ ചെയ്യുന്നത് ഡയഫ്രം ആണ്. വാട്ട് ഈസ് ഇൻസ്പിറേഷൻ, വാട്ട് ഈസ് എക്സ്പിറേഷൻ എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ബേസ്ഡ് ഓൺ ദ മോഡൽ എന്ന് ചോദിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇങ്ങനെ എഴുതണം. ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ thorax expands, നേരത്തെ പറഞ്ഞൊരു ഡയഫ്രം expands, air pressure in the thorax decreases, air enters the lungs. This is called inspiration. അപ്പോൾ എന്താണ് എക്സ്പിറേഷൻ? Diaphragm returns to the original position, air pressure in the thorax increases, air is expelled from the lungs. It is called expiration. Let's move on to activity 6. A magnetic needle is placed near an electric circuit as shown in figure. ഒരു മാഗ്നറ്റിക് നീഡിലാണ് വെച്ചിരിക്കുന്നത് ഇലക്ട്രിക് സർക്യൂട്ടിൻ്റെ അടുത്ത്. ഇതാണ് ഇലക്ട്രിക് സർക്യൂട്ട്, ഇതാണ് മാഗ്നറ്റിക് നീഡിൽ, ഇതാണ് ആ സർക്യൂട്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ, വാട്ട് ഹാപ്പൻസ് ടു ദ മാഗ്നറ്റിക് നീഡിൽ വെൻ ദ സ്വിച്ച് ഇസ് ടേൺഡ് ഓൺ? സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ മാഗ്നറ്റിക് നീഡിലിന് എന്താണ് സംഭവിക്കുന്നത്? ഇത് ഫ്രീ റൊട്ടേറ്റിംഗ് ആയിട്ടുള്ളൊരു മാഗ്നറ്റിക് നീഡിലാണ്. ഇതിൻ്റെ സെയിം എക്സ്പെരിമെൻറ്റ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നുണ്ട്. ചാപ്റ്റർ 5 പേജ് നമ്പർ 68 കിടക്കുന്നുണ്ട്. കണ്ടോ? ആൻസർ എന്താണ്? അത് മൂവ് ചെയ്യുന്നു അല്ലേ? അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് നമുക്ക് എഴുതാം നീഡിൽ, മാഗ്നറ്റിക് നീഡിൽ മൂവ്സ് ഓർ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഡിഫ്ലെക്ട്സ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ബി, വാട്ട് ഈസ് എ റീസൺ ഫോർ ദിസ്? എക്സ്പ്ലെയിൻ. എന്തുകൊണ്ടാണ് ഇത് മൂവ് ചെയ്യുന്നത്? ഈ മാഗ്നറ്റിക് നീഡിൽ മൂവ് ചെയ്യാനുള്ള കാരണം എന്താണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അത് കൃത്യമായിട്ട് നിങ്ങളുടെ നെക്സ്റ്റ് പേജ് തന്നെ കൊടുത്തിട്ടുണ്ട്. എ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഫോംഡ് അറൗണ്ട് എ കറൻറ്റ് ക്യാരിയിങ് കണ്ടക്ടർ. അതായത് കറൻറ്റ് ക്യാരിയിങ് കണ്ടക്ടർ ആണല്ലോ ആ സർക്യൂട്ട് ഓൺ ചെയ്യുമ്പോൾ കറൻറ്റ് വരുന്നതുകൊണ്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡാണ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് തൊട്ടടുത്തിരിക്കുന്ന മാഗ്നറ്റ് മൂവ് ചെയ്യുന്നത് ഓർ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു പ്രോപ്പർ ആൻസറായിട്ട് നമുക്ക് എഴുതാം മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഫോംഡ് അറൗണ്ട് എ കറൻറ്റ് ക്യാരിയിങ് സർക്യൂട്ട് ആൻഡ് that is the reason for the movement of magnetic needle. Hope you understood. ഇനി ക്വസ്റ്റ്യൻ നമ്പർ സി, നെയിം എനി 2 devices that works on this principle. ഈ ഒരു പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്ന 2 ഡിവൈസുകളുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 3 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും 2 എണ്ണമാണ് ക്വസ്റ്റ്യൻ. there are many devices that make use of electromagnets. ഇലക്ട്രിക് ഫാൻ ഉണ്ട്, ദെൻ ഇലക്ട്രിക് ബെൽ ഉണ്ട്, ദെൻ ഇലക്ട്രിക് മോട്ടർ. ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. Let's move on to next activity 7. Roy and his mother are making tea. He observes and lists down some of the things that happen when tea is made. ഇപ്പോൾ റോയും അമ്മയും കൂടി ചായ ഉണ്ടാക്കുന്നു. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ആൾ ഒബ്സർവ് ചെയ്തു, അത് ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ട്. Those are given in the table below. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹീറ്റ് ട്രാൻസ്മിഷൻ്റെ പേരാണ്, മെത്തേഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്മിഷൻ. വാട്ടർ ബോയിൽസ്, അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ മെത്തേഡ് എന്താണ്? ദ പോട്ട് ഹീറ്റ്സ് അപ്പ്, ആ പാത്രം സോസ് പാൻ, ചായ തിളപ്പിക്കുന്ന സോസ് പാൻ ചൂടാവുന്നു. അപ്പോൾ ആ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ മെത്തേഡ് എന്താണ്? ദെൻ റേഡിയേഷൻ എന്നുള്ളത് ഒരു മെത്തേഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. അതിൻ്റെ എക്സാമ്പിൾ ഇവിടെ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ആൻസർ നിങ്ങളുടെ സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കിലെ 9th ചാപ്റ്ററിൽ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പാർട്സ് ഓഫ് ഹീറ്റ് ഫ്ലോയിൽ കാണാം. ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ലിക്വിഡിൽ നിന്ന്. അത് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് ആൻഡ് ലിക്വിഡ്സ്. ആ മെത്തേഡിൻ്റെ പേരെന്താണ്? മെത്തേഡിൻ്റെ പേരാണ് കൺവെക്ഷൻ. അപ്പോൾ അതിൻ്റെ ആൻസർ കൺവെക്ഷൻ എന്നാണ്. എങ്ങനെയാണ് മോളിക്യൂൾസ് മൂവ് ചെയ്തിട്ടാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. ദാറ്റ് ഇസ് കോൾഡ് കൺവെക്ഷൻ. ഇനി പാത്രം എങ്ങനെയാണ് ചൂടാവുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റിൻ്റെ മെത്തേഡ് എന്താണെന്നാണ്. അതും തൊട്ട് മുമ്പിലത്തെ പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്. ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് ഇൻ മെറ്റൽസ്. പോട്ട് എന്ന് പറയുന്നൊരു മെറ്റലാണല്ലോ, അതിൻ്റെ പേരെന്താണ്? കണ്ടക്ഷൻ. ഓക്കെ, ഇനിയാണ് ആക്ച്വൽ മൂവ്മെൻറ്റ് നടക്കുന്നില്ല, പൊസിഷൻ മൂവ്മെൻറ്റ് നടക്കുന്നില്ല. പക്ഷേ മോളിക്യൂൾസ്, ഒരു എൻഡിലുള്ള മോളിക്യൂൾസ് അടുത്ത മോളിക്യൂൾസിന് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്ത് അങ്ങനെ കൊടുക്കുകയാണ്. ആക്ച്വൽ മൂവ്മെൻറ്റ് ഇസ് നോട്ട് ഹാപ്പനിങ്. പൊസിഷൻ ഓഫ് ദ മോളിക്യൂൾസ് ഇസ് നോട്ട് ഹാപ്പനിങ്. ഇറ്റ്സ് കോൾഡ് കണ്ടക്ഷൻ.
പിന്നെ ചോദിച്ചിരിക്കുന്നത് റേഡിയേഷൻ, എങ്ങനെയാണ് റേഡിയേഷൻ മെത്തേഡ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്തത്, എങ്ങനെയായിരിക്കാം. അമ്മയും ഈ കുട്ടിയും കൂടിയാണ് ടീ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഗ്യാസ് സ്റ്റവിൻ്റെ അടുത്ത് നിന്നപ്പോൾ എന്താണ് ആൾക്കും ഒരു ഹീറ്റ് ഫീൽ ചെയ്തു. അതാണ് റേഡിയേഷൻ അല്ലേ. പറഞ്ഞിരിക്കുന്നത് വെൻ യു സ്റ്റാൻഡ് നിയർ എ ലൈറ്റഡ് ഫയർവുഡ് ഓവൻ എന്നാണ്. അപ്പം നമുക്ക് എഴുതാം he is experiencing or he experienced heat when he stands near a lighted firewood oven. അവിടെ നിന്നപ്പോൾ അവന് ഹീറ്റ് ഫീൽ ചെയ്തു. ദാറ്റ് ഈസ് കോൾഡ് റേഡിയേഷൻ. ദാറ്റ് മെത്തേഡ് ഓഫ് ട്രാൻസ്ഫറിങ് ഹീറ്റ് ഇസ് കോൾഡ് റേഡിയേഷൻ. ബി നമുക്ക് നോക്കാം. ഒബ്സർവ് ദ പിക്ചർ ഓഫ് the thermoflask. Write down how each of the parts marked in the picture help to prevent heat loss. ഈ പിക്ചർ കൊടുത്തിട്ടുണ്ട് നോക്കി. പിക്ചർ തെർമോഫ്ലാസ്കിൻ്റെ അതിൽ 2 പാർട്ടാണ് മാർക്ക് ചെയ്തേക്കണേ. ഫസ്റ്റ് മാർക്ക് ചെയ്തിരിക്കുന്നത് വാക്വം ബിറ്റ്വീൻ ഡബിൾ വോൾസ് ആണ് ഫസ്റ്റായിട്ട് മാർക്ക് ചെയ്തേക്കുന്നത്. ഇനി രണ്ടാമത്തെ ആണെങ്കിലോ ഇന്ന സർഫസ് ആണ് മാർക്ക് ചെയ്തേക്കുന്നത് കോട്ടഡ് വിത്ത് സിൽവർ സോൾട്ട്സ്. ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഈ 2 പാർട്സും എങ്ങനെയാണ് ഹീറ്റ് ലോസ് പ്രിവെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത് വാക്വവും, സെക്കൻഡായിട്ട് കൊടുത്തിരിക്കുന്നത് ഇന്നർ സർഫസ് കോട്ടഡ് വിത്ത് സിൽവർ സോൾട്ട്സ്. ഇന്നർ സർഫസിൻ്റെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ 2 പാർട്സും ഹീറ്റ് ലോസ് കുറയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് ഇതാണ്, വാക്വം ബിറ്റ്വീൻ ദ ഡബിൾ വോൾസ്. എങ്ങനെയാണ് ഹീറ്റ് കുറയ്ക്കുന്നത്? The loss of heat by convection is prevented. കൺവെക്ഷൻ വഴി ഉണ്ടാകുന്ന ഹീറ്റ് ലോസ് എന്ത് പ്രിവെൻറ്റ് ചെയ്യും? വാക്വം പ്രിവെൻറ്റ് ചെയ്യും. പിന്നെ കൊടുത്തേണ്ടത് ഇന്നർ സർഫസ് കോട്ടഡ് വിത്ത് സിൽവർ സോൾട്ട്സ്. സിൽവർ സോൾട്ട്സ് കൊണ്ട് കോട്ട് ചെയ്ത ഇന്നർ സർഫസ് എങ്ങനെയാണ് ഹീറ്റ് ലോസ് പ്രിവെൻറ്റ് ചെയ്യണേ? ഹീറ്റ് ട്രാൻസ്മിഷൻ ബൈ റേഡിയേഷൻ ഈസ് പ്രിവെൻറ്റഡ്. സ്മൂത്ത് സർഫസ് ആകുമ്പോൾ റേഡിയേഷൻ വഴി ഉണ്ടാകുന്ന ഹീറ്റ് ട്രാൻസ്മിഷൻ അത് പ്രിവെൻറ്റ് ചെയ്യും. കൂടിയുണ്ട്. Apart from the parts marked in the figure, what are the other arrangements in the thermoflask to prevent heat loss? Write any one. അപ്പോൾ 2 പോയിൻ്റാണ് മാർക്ക് ചെയ്തേക്കണം. ഇനി നമുക്ക് ഒരു പോയിൻ്റും കൂടിയുണ്ട്. മാർക്ക് ചെയ്യാത്ത പോയിൻ്റ് എന്ന് പറയുന്നത് ഗ്ലാസ് വെസൽ ആൻഡ് ലിഡാണ്. ലിഡും അതുപോലെ തന്നെ ആ ഗ്ലാസ് വെസലും ആണ് മാർക്ക് ചെയ്യാത്തത്. ഇപ്പോൾ ഗ്ലാസ് വെസലിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ? ഗ്ലാസ് വെസൽ ഇസ് എ ബാഡ് കണ്ടക്ടർ അല്ലേ. അപ്പോൾ ഗ്ലാസ് വെസലും ലിഡും എന്ത് ചെയ്യുന്നു? ബാഡ് കണ്ടക്ടേഴ്സ് ആകുമ്പോൾ ഹീറ്റ് ഫ്ലോ ചെയ്യൽ കുറയും. അപ്പോൾ ഹീറ്റ് ട്രാൻസ്മിഷൻ ത്രൂ കണ്ടക്ഷൻ വിൽ ബി വെരി ലെസ്. ലെറ്റ്സ് മൂവ് ഓൺ ടു ആക്ടിവിറ്റി 8. ഒബ്സർവ് ദ ലിസ്റ്റ് ഓഫ് സബ്സ്റ്റൻസസ് ദാറ്റ് ആർ കളക്റ്റഡ് ഇൻ ദ സയൻസ് കോർണർ. ഫസ്റ്റ് വൺ ഇസ് വിനെഗർ, sodium chloride, hydrochloric acid, sodium hydroxide, calcium hydroxide. First question ഇതാണ്, which alkali in this list is used to make soap? ഇതിൽ നിന്ന് ഏത് ആൽക്കലിയാണ് സോപ്പ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത്? ക്ലിയർ ആയിട്ട് നിങ്ങളുടെ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 47 കൊടുത്തിട്ടുണ്ട്. ലെറ്റസ് മേക്സ് സോപ്പ് അതിൽ കൊടുത്തിട്ടുണ്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് അഥവാ കാസ്റ്റിക് സോഡ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ B. Which of the following containers would you choose for making soap? സോപ്പ് ഉണ്ടാക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടെയ്നർ ഏതായിരിക്കും? 2 ഓപ്ഷനാണുള്ളത്. സ്റ്റീൽ ബക്കറ്റ്, സെക്കൻഡ് വൺ പ്ലാസ്റ്റിക് ബക്കറ്റ്. ഏതാണെന്ന് പറയണം. ഗിവ് റീസൺ ഫോർ ചൂസിങ് ദീസ് കണ്ടെയ്നേഴ്സ്. സ്റ്റീൽ ബക്കറ്റ് ആണെങ്കിൽ വാട്ട് ഈസ് ദ റീസൺ, പ്ലാസ്റ്റിക് ബക്കറ്റ് ആണെങ്കിൽ വാട്ട് ഈസ് ദ റീസൺ. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ലെറ്റ്സ് മേക്ക് സോപ്പ് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ടല്ലോ, അതിൽ കൊടുത്തിട്ടുണ്ട്. പ്രൊസീജിയറിൽ ഡിസോൾവ് കോസ്റ്റിക് സോഡ ഇൻ വാട്ടർ ടേക്കൺ ഇൻ എ സ്റ്റീൽ വെസൽ. സ്റ്റീൽ വെസലാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ബിക്കോസ് എന്താ കാരണം എന്ന് വെച്ചാൽ നെക്സ്റ്റ് സെൻറ്റൻസിൽ പറയുന്നുണ്ട് ഹീറ്റ് ഈസ് ലിബറേറ്റഡ് വെൻ കോസ്റ്റിക് സോഡ ഡിസോൾവ്സ് ഇൻ വാട്ടർ. കോസ്റ്റിക് സോഡ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഹീറ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ച് എന്താ കുഴപ്പം? പ്ലാസ്റ്റിക് പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ഉരുകിപ്പോവും അല്ലേ. ആൻസർ ഇങ്ങനെ എഴുതാം, സ്റ്റീൽ വെസൽ. ബിക്കോസ് വെൻ കോസ്റ്റിക് സോഡ ഡിസോൾവ്സ് ഇൻ വാട്ടർ heat is generated. If we use plastic bucket, plastic will get melted. So we have to use steel vessel. ഇനി അതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ C. Why are sodium silicate and stone powder added while making soap?
സോപ്പ് ഉണ്ടാക്കുമ്പോൾ സോഡിയം സിലിക്കേറ്റും സ്റ്റോൺ പൗഡറും എന്തിനാണ് ആഡ് ചെയ്യുന്നത്? അതിൻ്റെ ആൻസറും ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. കണ്ടോ, ഈ പ്രൊസീജിയർ ആഡ് സ്റ്റോൺ പൗഡർ ആൻഡ് സോഡിയം സിലിക്കേറ്റ് എന്തിനാണെന്ന് പറയുന്നത്? ദിസ് ഈസ് ടു ഇൻക്രീസ് ദ ഹാർഡ്നെസ് ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് സോപ്പ്. അതിൻ്റെ ഹാർഡ്നെസ്സും അതുപോലെ അതിൻ്റെ അളവും ആ ക്വാണ്ടിറ്റിയും കൂടുതൽ കിട്ടാനാണ് നമ്മൾ ഇത് രണ്ടും യൂസ് ചെയ്യുന്നത്. Let's move on to the second last activity, activity 9. Read the news. Food poisoning, 2 people get hospitalized. Thiruvananthapuram. 2 people who had their food at the hotel fell vomiting and dizzy. They were immediately shifted to the nearby hospital. അപ്പോൾ ഇങ്ങനെയാണ് ന്യൂസ്. 2 പേര് ഫുഡ് ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ട് വോമിറ്റിങ്ങും ഡിസിനെസ്സും തോന്നിയത് കൊണ്ട് ഇമ്മീഡിയറ്റ്ലി ഷിഫ്റ്റഡ് ടു ദ നിയർ ബൈ ഹോസ്പിറ്റൽ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ A. Write 2 causes of such food poisoning. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഫുഡ് പോയ്സണിങ് ഉണ്ടാവാനുള്ള 2 കാരണങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ നിങ്ങളുടെ സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 134 കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 കാരണങ്ങളാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ കാരണം നിങ്ങൾക്കറിയാം, അതിൻ്റെ ഫുഡ് കേടായതുകൊണ്ടാണ്. കേടാവുന്നതെന്ന് വെച്ചാൽ അതിനകത്ത് ബാക്ടീരിയ ഒക്കെ ഉണ്ട്. രണ്ടാമത്തെ അഡൾട്രേഷൻ. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് എഴുതാം. The growth of certain bacteria, virus and fungi in food substances cause foodborne diseases. അതാണ് ഫസ്റ്റ് വൺ. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് എഴുതാൻ പറ്റും അഡൾട്രേഷൻ. വാട്ട് ഈസ് അഡൾട്രേഷൻ എന്നും കൂടി എഴുതണം. അഡൾട്രേഷൻ ഇസ് ആഡിങ് ടു ഫുഡ് ഐറ്റംസ് cheap and low quality materials that resemble food substances. ഇനി ഇതിൽ ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ B. റൈറ്റ് ഡൗൺ 3 ഇമ്പോർട്ടൻറ്റ് തിങ്സ് ടു ബി കൺസിഡേർഡ് വൈൽ ബൈയിങ് പാക്കേജ് ഫുഡ് ഐറ്റംസ്. പാക്കേജ് ഫുഡ് ഐറ്റംസ് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിതാണ് നമ്മുടെ സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കിൽ ലാസ്റ്റ് ചാപ്റ്ററിൽ പേജ് നമ്പർ 141 കൊടുത്തിട്ടുണ്ട്. ഇൻഫർമേഷൻ പ്രൊവൈഡഡ് ഓൺ ദ പാക്കറ്റ്. ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഓരോ പോയിൻറ്റും. ഇനി 3 പോയിൻറ്റ്സ് എഴുതണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ വാട്ട് വി ഹാവ് ടു ഡു ഇസ് we had to convert these questions into sentences. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വൺ നമ്മൾ സെൻറ്റൻസ് ആക്കുമ്പോൾ എങ്ങനെ എഴുതാം? There should be signs indicating the quality. ഓക്കെ, ക്വാളിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സൈൻ വേണം. അപ്പോൾ ഇത് ആർ ദ പാക്കിംഗ് ഡേറ്റ് ആൻഡ് എക്സ്പയറി ഡേറ്റ് ഇൻഡിക്കേറ്റഡ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തത്. അപ്പോൾ നമുക്കത് ഒരു സെൻറ്റൻസ് ആയിട്ട് എഴുതാം. എന്തെഴുതണം? The packing date and expiry date should be indicated in the packet. Next one are the proportions of ingredients indicated. എന്തൊക്കെ വെച്ചാണ് ഇത് ഉണ്ടാക്കിയെന്നുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണമെന്ന്. അപ്പോൾ ഇതിപ്പോൾ തേർഡ് പോയിൻ്റ് ആയിട്ട് നമുക്ക് എഴുതാം. Proportions of ingredients should be indicated. ലാസ്റ്റ് ആക്ടിവിറ്റിയാണ് ഇനിയുള്ളത്, ആക്ടിവിറ്റി 10. അപ്പോൾ നമുക്ക് വായിക്കാം. ഫിക്സ് എ ബലൂൺ അറ്റ് ദ മൗത്ത് ഓഫ് ആൻ ഓപ്പൺ ബോട്ടിൽ. ഒരു ഓപ്പൺ ബോട്ടിലിൻ്റെ ഭാഗത്തായിട്ട് ഒരു ബലൂൺ ഫിക്സ് ചെയ്യുന്നു. ദിസ് ബോട്ടിൽ ഇസ് ഹെൽഡ് അപ്സൈഡ് ഡൗൺ ആൻഡ് ഇസ് ഹീറ്റഡ്. എന്നിട്ട് ചൂടാക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് ടു ദ ബലൂൺ? ബലൂണിന് എന്ത് സംഭവിക്കും? ബലൂണിന് എന്താണ് സംഭവിക്കുക? ബലൂൺ ഇൻഫ്ലേറ്റ്സ്, അതായത് ബലൂൺ വീർക്കുന്നു. ഇപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ്? എന്തുകൊണ്ടാണ് ബലൂൺ ഇൻഫ്ലേറ്റഡ് ആവുന്നത്, വീർക്കുന്നത്? കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എയർ എക്സ്പാൻസ് ഓൺ ഹീറ്റിംഗ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കണ പോലെ തന്നെ നിങ്ങൾക്ക് എഴുതാം തെർമൽ എക്സ്പാൻഷൻ. ജസ്റ്റ് ഡ്യൂ ടു തെർമൽ എക്സ്പാൻഷൻ. ഇവിടെ ഒരു പോയിൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഗ്യാസസ് എക്സ്പാൻഡ് ഓൺ ഹീറ്റിംഗ്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ്? എന്തായിരിക്കും അതിൻ്റെ റീസൺ? See, why are air holes made at the top of the wall in houses? എന്തിനുകൊണ്ടാണ് നമുക്കറിയാം, നമ്മുടെ വീടുകളിലെല്ലാം ഓരോ റൂമുകളിലൊക്കെ വെൻറ്റിലേഷൻ വെച്ചിട്ടുണ്ടാവും ഓൺ ദ ടോപ്പ് ഓഫ് ദ വാൾസ്. എന്തിനാണ് വെൻറ്റിലേറ്റർ എന്ന് പറഞ്ഞാൽ ഹോൾസ് ആണ് വെച്ചിരിക്കുന്നത് അല്ലേ? ഇതിനാണ് എയർ പാസ് ചെയ്യാനായിട്ട് നമ്മൾ ഹോൾസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാം. ദ റീസൺ ഇസ് ദാറ്റ് വെൻ വി ബ്രീത്ത് ഔട്ട് ഇൻ എ റൂം, ഇപ്പം നമ്മൾ ഇങ്ങനെ ശ്വസിക്കുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ ദ എയർ ഇൻ ദ റൂം ബിക്കംസ് വാം. റൂമിലെ എയർ ചൂടാവുന്നു. അപ്പോൾ നമുക്കറിയാം ദ വാം എയർ എക്സ്പാൻഡ്സ് ഓൺ ഹീറ്റിംഗ്. അപ്പോൾ വാം എയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡെൻസിറ്റി കുറയുമല്ലോ, അതിൻ്റെ ആ കട്ടി കുറയും. അപ്പോൾ എന്ത് ചെയ്യും? സോ ഇറ്റ് റൈസസ് അപ്പ് ആൻഡ് മൂവ്സ് ഔട്ട് ത്രൂ ദ വെൻറ്റിലേറ്റേഴ്സ്.
അപ്പോൾ അത് മുകളിലോട്ട് പൊങ്ങും, എന്നിട്ട് വെന്റിലേറ്റർ വഴി പുറത്തു പോകും. അപ്പോൾ നമ്മുടെ റൂമിൽ പിന്നെയും ചൂട് കുറവായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ബേസിക് സയൻസിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ചിൽഡ്രൻ.